ഓക്കെ. ഗോൾഡിന്റെ 4 അവർ ആണ്. 4 അവർ ചാർട്ടാണ്. ഈ വീക്കിലി ഗോൾഡിന്റെ ഒരു എക്സ്പെക്റ്റഡ് മൂവ്മെന്റ് എത്രത്തോളം ആയിരിക്കും എന്ന് പറയാം. നമുക്ക് കുറച്ച് സപ്ലൈ ഡിമാൻഡ്സ്, അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പുകളും, അതുപോലെ കുറെ ലിക്വിഡിറ്റി സീപ്പ് ചെയ്തതും കാണാൻ പറ്റും. ഓക്കെ. കറന്റ് ഗോൾഡ് ഉള്ളത് 32.74 ഗോൾഡിന്റെ പ്രൈസ് ഉള്ളത് XAUSD. ഇനി നാളെയൊക്കെ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു 32.74 നാളെ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ബൈയിങ് പോയിന്റ് ആണ്. ബൈ ചെയ്ത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഈ വീക്കിൽ കാണാൻ പറ്റുന്നത് 33.70 വരെ ഗോൾഡിന്റെ പ്രൈസ് എത്തും. ഓക്കെ. അതിനുശേഷം അവിടുന്ന് നമുക്ക് കുറച്ച് സ്ട്രക്ചറുകളും കാര്യങ്ങളും കൺഫർമേഷൻ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ലോങ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റും. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഏരിയ ആണ്. അവിടുന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആവാനും, അതുപോലെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 33.40 ആ റേഞ്ചിലേക്ക് ലോങ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ. എന്നാൽ നാളെ വരുന്ന മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഇത് പറയാൻ പറ്റുക. ഓക്കെ. അതിന് ഈ ഒരു 32.94 എന്ന് പറയുന്ന ആ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും നാളെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്. ഓക്കെ. ഇൻ കേസ് ഇനി അഥവാ മാർക്കറ്റ് നാളെ 32.54 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ വരുന്നത് പിന്നെ 32.24 ആ റേഞ്ച്, അതായത് 32.28 ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ഉണ്ട്. 32.28 32.24 ഇടയിലും നല്ലൊരു ബൈയിങ് ഏരിയ ഉണ്ട്. ഓക്കെ. അതുപോലെ 4 അവർ ചാർട്ടാണ്. ഓക്കെ. ഡേ ട്രേഡേഴ്സിനാണ് ഇത് യൂസ്ഫുൾ ആവുക. ഡേ ട്രേഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വീക്കിൽ ഒരു ഇൻസൈറ്റ് ഉള്ളത്. ജസ്റ്റ് നോക്കുക നാളെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒന്ന് ഡ്രോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് ഒരു ബ്രേക്കിംഗ് മുകളിലേക്ക് കാണുകയാണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്യുന്നത് 33.70 അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു 32.54 എന്ന് പറയുന്ന ലൈനെ ബ്രേക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബൈയിങ് ലെവലായിട്ട് കാണുന്നത് 32.28 32.24. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് 34.40 കാണാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. രണ്ട് സപ്ലൈ സോൺസ് ഉണ്ട് ഇവിടെ, ഒരു ഡിമാൻഡ് സോണും ഉണ്ട്. ഓക്കെ. ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസൈറ്റ് ആണ്. അപ്പോൾ ഓർഡർ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഈ ഓരോ ലെവലിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് മാർക്കറ്റിന്റെ കൺഫർമേഷൻ ബൈൻസിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു വീക്കിലേക്കുള്ള ഗോൾഡിന്റെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഫ്രൈഡേ കാണാം. ഓക്കെ. താങ്ക് യു.